ഓട്ടോമേറ്റ വിത്ത് ഔട്ട്പുട്ട് ഉള്ളത് നമ്മൾ പറഞ്ഞാണല്ലോ, ഓട്ടോമേറ്റ വിത്ത് ഔട്ട്പുട്ട് അല്ലേ. ഓട്ടോമേറ്റ വിത്ത് ഔട്ട്പുട്ടിൽ വരുന്നതിൽ മോറി വിഷൻ ഉണ്ട്, മിലി വിഷൻ ഉണ്ട്. അതിൽ മോറി വിഷൻസിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് 6, അവിടെ ടോട്ടൽ ഇതുപോലെ തന്നെയാണ് 7 സ്റ്റേറ്റ്സ് അല്ലെ, 6 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഇങ്ങനെ ഒരു വയസ്സ് ക്വസ്റ്റ്യൻ വരുന്നു. അതായത് അതിന്റെ സ്റ്റൈല് സ്റ്റേറ്റില് ഇങ്ങനെ വന്നിട്ട് സ്റ്റേറ്റിന്റെ മുകളിൽ അതിപ്പോ റെപ്രസെന്റ് ചെയ്യും. ഈ സ്റ്റേറ്റിന്റെ മുകളിലാണ് ഇങ്ങനെ നമ്പർ കൊടുക്കുക. സ്റ്റേറ്റിന്റെ മുകളിലാണ് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഏതോ ഓർത്തിച്ചാണ് അത് മോറി വിഷൻ ആണ് അങ്ങനെയുള്ള വരുന്നത്. മിലി വിഷൻ ആണ് എന്താണ്, ഈ ആർക്കിന്റെ മുകളിലാണ് റെപ്രസെന്റ് ചെയ്യുക. മിലി വിഷൻ ആണ് ഈ ആർക്കിന്റെ മുകളിൽ 0/1 അല്ലെങ്കിൽ 1/0 ഈ ആർക്കിന്റെ മുകളിലാണ് ഈ ലൈനിന്റെ മുകളിലാണ് റെപ്രസെന്റ് ചെയ്യുക. മിലി വിഷനിലാണെങ്കിൽ ഇൻപുട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മിലി വിഷനിൽ ഇങ്ങനെയും, മോറി വിഷനിലാണെങ്കിൽ സ്റ്റേറ്റിന്റെ മുകളിലാണ് ഇതിന്റെ ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇത് സ്റ്റേറ്റ് ആണ്, ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് സ്റ്റേറ്റ് ആണ്, ഇതിന്റെ മുകളിൽ ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുക. ഈ ആർക്കിന്റെ കേസ് ആണെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ 0 തന്നെ ഇൻപുട്ട് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇത്ര ഡിഫറൻസ് നോക്കിയാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ പോയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ ഭാഗത്ത് കൂടുതൽ സാധാരണ വരാറില്ല. ഇനി ഇതേപോലെ തന്നെ റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട്. റെഗുലർ എക്സ്പ്രഷൻ എന്തിനാ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. റെഗുലർ ലാംഗ്വേജിന് ഈസിയസ്റ്റ് വേയിൽ കാണാൻ പറ്റുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ് റെഗുലർ എക്സ്പ്രഷൻ. എപ്പോഴും എക്സാമിന് വരുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാനിവിടെ സ്മോൾ ലെറ്റർ R ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. R = എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെയാണ്. അതിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആണ് വരുന്നത്. ഇനി R = നൾ സെറ്റ് എന്നുള്ള ലാംഗ്വേജ് വരാനുണ്ട്. ഇനിയല്ല, ഞാനിപ്പോ either A or B, R = A + B എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓൾ ദി എലമെന്റ്സ് ഓഫ് A's and B's എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, A + B ഹോൾ സ്റ്റാർ എന്ന് കൊടുക്കാം. സ്റ്റാർട്ടിങ് വിത്ത് A, എനി നമ്പർ ഓഫ് A's and B's എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സ്റ്റാർട്ടിങ് വിത്ത് A, എനി നമ്പർ ഓഫ് A and B's ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതെല്ലാം എന്താ, ഇതിന്റെ പല റെപ്രസെന്റേഷൻ. അപ്പോ ഒരു കാര്യം ഓർത്തേക്കേണ്ടത്, R = ഞാൻ A* എന്ന് കൊടുത്തു. അങ്ങനെയാണ് ഇതിന്റെ L of R എന്ന് പറഞ്ഞാൽ എപ്സിലോൺ വരും, A വരും, AA വരും, AAA വരും. ലൈക്ക് ദാറ്റ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് റെഗുലർ എക്സ്പ്രഷൻ. S എന്ന് പറയുന്നത് B* ആണെങ്കിൽ L of S എന്ന് പറയുന്നതാണ് എപ്സിലോൺ വരും, B വരും, BB വരും, എക്സെട്ര. എനി കോമ്പിനേഷൻ. L യൂണിയൻ അല്ലെ, LR യൂണിയൻ LS എന്ന് പറഞ്ഞാൽ ഇത് കമ്പൈൻ ചെയ്തിട്ടില്ല. എപ്സിലോൺ വരാ, A വരാ, AA വരാ, എക്സെട്ര, B വരാ, BB വരാ. ഇനി LR.LS എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളോസ് അതിന്റെ സെറ്റ് ആണ് വരിക. എപ്സിലോൺ വരും, പിന്നെ എന്താണ് AB വരും, ABB വരും. ഇങ്ങനെ ഈ കോമ്പിനേഷൻ വരും. AB വരും, ABB വരും, എക്സെട്ര. അതുപോലെ തന്നെ AAB വരും. ഈ ഒരു കോമ്പിനേഷൻ ആണ് LR.LS എന്ന് പറയുന്നത്. അപ്പൊ അതില് റെഗുലർ എക്സ്പ്രഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു അധിക എക്സാമുകൾക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ അതിന്റെ ഒരു ഈ ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 3 consecutive years. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന എല്ലാ, ഇപ്പൊ ഹാവിങ്, ഇപ്പൊ A B ആണ് സീക്വൻസ്. ഹാവിങ് no two consecutive A's. AB ആണ് ഇൻപുട്സ്. ഹാവിങ് no two consecutive A's. അടുപ്പിച്ച് 2 A വരരുത്. അപ്പൊ നമുക്ക് ഒരു B വരാം. ഇനിയല്ല, എക്ക് ശേഷം B വരാം. അടുപ്പിച്ച് A വരരുത് എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിന് സ്റ്റാർ. കൂടാതെ A + എപ്സിലോൺ എന്നാണ് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അത് നോക്കിയാൽ മതി. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഹാവിങ് no two consecutive A's. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതില് ഐഡന്റിറ്റീസ് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഐഡന്റിറ്റീസിൽ
ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഐഡന്റിറ്റി പറയാ. ഇപ്പോ എ പ്ലസ് ബി ഹോൾ സ്റ്റാർ ഈക്വൽ ടു എ സ്റ്റാർ പ്ലസ് ബി സ്റ്റാർ ഹോൾ സ്റ്റാർ, അല്ലെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ ഹോൾ സ്റ്റാർ. വെരി 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 ഇമ്പോർട്ടന്റ്. ഈ ഒരു ഐഡന്റിറ്റി ഇതിന് ഈക്വലന്റ് ആണെന്ന് പറഞ്ഞത്. എ പ്ലസ് ബി ഹോൾ സ്റ്റാർ എന്തിന് ഈക്വൽ? എ സ്റ്റാർ പ്ലസ് ബി സ്റ്റാർ ഹോൾ സ്റ്റാറിന്, അല്ലെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ ഹോൾ സ്റ്റാറിന് ഈക്വലന്റ് ആണ്. അപ്പൊ അതേപോലെ കുറെ ഐഡന്റിറ്റീസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതില് നൾ സെറ്റും പ്ലസ് റെഗുലർ എക്സ്പ്രഷനും കൂടി കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 6 തന്നെയായിരിക്കും. ഇനിയല്ല ഒരു കാര്യം, എപ്സിലോണും ഒരു ഇലമെന്റും ഏതാണ് ഇലമെന്റ് ആണെങ്കിൽ അതിന് വരെ എ തന്നെയായിരിക്കും വരിക. ഇനി നൾ സെറ്റും ഡോട്ട് എ ആണെങ്കിൽ എന്തായിരിക്കും വരിക? അത് നൾ സെറ്റ് ആയിരിക്കും വരിക. എപ്സിലോൺ ആണെങ്കിൽ എ ആയിരിക്കും, നൾ സെറ്റ് ആണെങ്കിൽ അത് നൾ സെറ്റ് ആയിരിക്കും വരിക. ഇനി എപ്സിലോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആണ്, നൾ സെറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാലും എപ്സിലോൺ ആണ്. സ്റ്റാർ വരുന്നതുകൊണ്ട് അത് എപ്സിലോൺ. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ആർ സ്റ്റാർ തന്നെയായിരിക്കും. ഇപ്പൊ റെഗുലർ എക്സ്പ്രഷൻസ് ട്രിക്കി ക്വസ്റ്റ്യൻ വേണ്ട പോലെ ചോദിക്കും. കാരണം നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കൺഫ്യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് എന്ത് ചെയ്യാ? ചെയ്തു പോയാൽ മനസ്സിലാവുന്നുണ്ടോ? സാറാ മോളി മിഷന്റെ അത് കേട്ടില്ല ശരിക്ക്.